അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അബ്ദുൽ മുത്തലിബാണ് ഇന്ന് മക്കയുടെ നേതാവ്. ഖുറൈശികളുടെ നേതാവായിട്ട് ഇന്ന് മക്കയുടെ അധികാര പദവിയിൽ ഇരിക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. വളരെ സവിശേഷമായ ജീവിത ചരിത്രവും സംഭവ ബഹുലമായ ഒരുപാട് സംഭവങ്ങളും അബ്ദുൽ മുത്തലിബ് മക്കയുടെ അധികാരിയായിട്ടിരിക്കുന്ന വേളയിൽ സംഭവിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത്, അബ്ദുൽ മുത്തലിബ് ഖുറൈശികളുടെ നേതാവായിരിക്കെ കഅബയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത് വിദൂര ദേശങ്ങളിൽ നിന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ചർച്ച ചെയ്തതായിരുന്നത് ജുർഹും ഗോത്രക്കാർ അവരെ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ അവരുടെ സ്വർണങ്ങളും മറ്റു പല സാധനങ്ങളും സംസം കിണറിൽ ഇട്ടുകൊണ്ട് ആ പരിശുദ്ധമായ ഉറവയെ അവർ ഈ ഭൂലോകത്തിൽ നിന്ന് ആർക്കും കിട്ടരുത് എന്ന വിധത്തിൽ അത് മൂടിയിട്ടായിരുന്നു അവർ കടന്നുപോയി കഴിഞ്ഞിരുന്നത്. ഏകദേശം 300-400 വർഷങ്ങൾക്കിടയിൽ ആരും അത് കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കയിൽ അന്ന് വളരെയധികം ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. തീർത്ഥാടകരായി ദിവസവും അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. കഅബയിലേക്ക് ദിനേനെ അറബികൾ മുഴുവൻ എത്തിയിരുന്ന അവസ്ഥയിലും വിദൂര നാടുകളിൽ നിന്നൊക്കെയാണ് ഏറെ ദൂരെ സഞ്ചരിച്ചാണ് അവിടേക്ക് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വെള്ളവും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിരുന്നത്. വെള്ളം അവരെ കൊടുക്കുകയും അതിഥികളെ സൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നത് ഖുറൈശികളെ വളരെ പ്രൗഢഗംഭീരമായി അവരുടെ ഒരു അഭിമാന കാര്യമായി അവരെടുക്കുകയും വളരെ ഭംഗിയായിട്ട് ഇത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് അബ്ദുൽ മുത്തലിബ് ഒരു ദിവസം കഅബയുടെ അടുത്ത് ഉറങ്ങുകയാണ്. അദ്ദേഹം സാധാരണ രാത്രി കഅബയുടെ പ്രദക്ഷിണം വെച്ചൊക്കെ കഴിഞ്ഞാൽ ഹിജ്ർ ഇസ്മായിലിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഇടവിലാണ് അവരുടെ വിശ്രമ സമയം. രാത്രി അവിടെയാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരു നിഴൽ രൂപം വന്നുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. തെളിഞ്ഞതെന്താണോ അത് നീ കുഴിച്ചെടുക്കുക. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആ നിഴൽ രൂപത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് തെളിഞ്ഞത്? അതിന് മറുപടി പറയാൻ നിൽക്കാതെ ആ രൂപം അപ്രത്യക്ഷമായി. പിറ്റേന്ന് ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിന് എന്തെന്നില്ലാത്തൊരു ആവേശവും ഊർജവും സമാധാനവും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. അദ്ദേഹം അത് വലിയ കാര്യമാക്കിയെടുത്തില്ല. അടുത്ത ദിവസവും അദ്ദേഹം ഉറങ്ങുമ്പോൾ ഇതേ നിഴൽ രൂപം അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നു. അന്ന് ആ നിഴൽ രൂപം പറയുന്നത് അനുഗ്രഹധാരയെ കുഴിച്ചെടുക്കുക. മറ്റൊന്നും മറുത്ത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ നിഴൽരൂപം അപ്രത്യക്ഷമായിരുന്നു. 3-ാം ദിവസവും ആ നിഴൽരൂപം സ്വപ്നത്തിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിധിശേഖരത്തെ കുഴിച്ചെടുക്കുക. അന്നും അതുപോലെ നിഴൽരൂപം അപ്രത്യക്ഷമായി. 4-ാം ദിവസവും ഇതേ നിഴൽരൂപം വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് പറയുന്നു, നീ സംസം കുഴിച്ചെടുക്കുക. ആ നിഴൽരൂപം അദ്ദേഹത്തോട് മറുപടി പറയുന്നുണ്ട്, അത് പ്രപിതാക്കന്മാരായ പ്രവാചകന്മാർക്ക് അള്ളാഹു കനിഞ്ഞേകിയ അനന്തസാഗരമായ ഒരു ഉറവയാണ്. അതൊരിക്കലും വറ്റുകയില്ല. തീർത്ഥാടകരെ അതെന്നും കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കഅബയിൽ നിന്ന് അല്പ ദൂരം കാലടികൾ വെച്ച് കഴിഞ്ഞാൽ ഒരിടം കാണാം. അവിടെ ചോരയും ചാണകവും ഒരു ഉറുമ്പിൻ്റെ കൂടുമുണ്ട്. അവിടെ നിങ്ങൾ കുഴിച്ചെടുക്കുക എന്നാണ് ആ നിഴൽ രൂപം വന്നുകൊണ്ട് അദ്ദേഹത്തോട് സ്വപ്നത്തിൽ പറയുന്നത്. കൃത്യമായ സ്ഥലവും എല്ലാം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉറക്കമുണർന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് കഅബയുടെ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം സാധാരണ പോലെ 7 തവണ തവാഫ് ചെയ്യുകയാണ്. ആദ്യകാലത്തും ഇന്നുണ്ടായിരുന്നത് പോലെയുള്ള ഏകദേശം കർമ്മങ്ങൾ തന്നെയാണ് അന്ന് കഅബയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് കഅബയുടെ പരിസരത്ത് വന്ന് 7 തവണ തവാഫ് ചെയ്യുകയും ഹജറുൽ അസ്വദിന് വന്ന് മുത്തി അദ്ദേഹം വളരെയധികം നേരം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശേഷം അദ്ദേഹം തൻ്റെ സ്വപ്നത്തിൽ നീലരൂപം വന്ന് പറഞ്ഞതുപോലെ ചോരപ്പാടുകളും ചാണകവും ഉറുമ്പിൻ കൂടൊക്കെ കാണുന്ന സ്ഥലം അദ്ദേഹം കണ്ടെത്തി. ഉടനെ തൻ വീട്ടിൽ പോയി 2 മൺവെട്ടി എടുക്കുന്നുണ്ട്. ശേഷം കഅബയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. കൂടെ തൻ്റെ ഒരേ ഒരു മകനായ ഹാരിസും ഉണ്ടായിരുന്നു. അവർ നേരെ വന്നുകൊണ്ട് കഅബയിൽ അന്ന് ആളുകൾ ബലികർമ്മം നടത്തിയിരുന്ന, ചിലപ്പോൾ അവരുടെ മക്കളെയും ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ ബലികർമ്മം നടത്തിയിരുന്ന ഒരു ബലിപീഠം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ചോരയുടെ അടയാളങ്ങൾ ഉണ്ടാകും എന്ന് നീളരൂപം വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് പറയുന്നത്. അവർ വന്നുകൊണ്ട് തൻ്റെ മകൻ്റെ കൂടെ ആ സ്വപ്നത്തിൽ പറഞ്ഞ അതേ സ്ഥലത്ത് കുഴിക്കാൻ തുടങ്ങുകയാണ്. കുഴിക്കാൻ തുടങ്ങിയതോടുകൂടെ ആളുകൾ അവിടെ കൂടാൻ തുടങ്ങി. അവർ അബ്ദുൽ മുത്തലിബിനെ എതിർക്കാൻ തുടങ്ങി. കഅബയുടെ അടുത്ത്, ഞങ്ങളുടെ ബലിപീഠത്തിൻ്റെ അടുത്ത് ഒരിക്കലും ഈ കുഴിക്കൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധ ശബ്ദം ഉയർത്താൻ തുടങ്ങി. പക്ഷേ അബ്ദുൽ മുത്തലിബ് അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. താനും തൻ്റെ മകനും അവരുടെ ചെയ്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആളുകൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ കുഴിക്കരുത്, ഇത് അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ താൻ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്
അവിടെ നിന്ന് ഒരുപാട് സ്വർണങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ജുർഹും ഗോത്രക്കാർ ഈ സംസം കിണർ മൂടി പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അവർ തങ്ങളുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് മൂടിയിട്ടാണ് അവിടെ നിന്ന് വിട്ടുപോകുന്നത്. അങ്ങനെ സ്വർണവും വെള്ളിയൊക്കെ അവിടെ നിന്ന് കിട്ടിത്തുടങ്ങിയപ്പോൾ ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടെ ആ കാഴ്ചകൾ കണ്ടിരുന്നു. ചിലരൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് അബ്ദുൽ മുത്തലിബിനോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്. കാരണം അദ്ദേഹം ഖുറൈശികളുടെ നേതാവും കഅബയുടെ സംരക്ഷണവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവരിങ്ങനെ കുഴിക്കുന്ന പ്രവൃത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൺവെട്ടി ഒരു കല്ലിൽ പോയി തട്ടുന്നത്. ഉടനെ അവിടെ നിന്നൊരു ഉറവ പൊടിയാൻ തുടങ്ങുന്നു. ആളുകൾ വളരെ ആവേശത്തോടെ ഒരുമിച്ച് കൂടി അവരും അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ മൺവെട്ടി എടുത്ത് കുഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ പ്രവാചകന്മാർക്ക് അള്ളാഹു കനിഞ്ഞേകിയ ആ നീരുറവ വീണ്ടും കഅബയുടെ അടുത്ത് ഉറവയെടുക്കുന്നത്. സംസം കിണർ വീണ്ടും ആ അനുഗ്രഹധാര വീണ്ടും കുഴിച്ചെടുക്കപ്പെടുകയാണ്. ഇങ്ങനെ പരിശുദ്ധമായ ഒരു കിണർ അവിടെ രൂപപ്പെട്ടതോടുകൂടെ ആളുകൾ മുഴുവനും അതിൻ്റെ അവകാശം വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്താൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബിൻ്റെ ഉറച്ച സ്വരമായിരുന്നു, ഇത് എനിക്ക് വേണ്ടി ദൈവം തന്ന അനുഗ്രഹധാരയാണ്, ഇത് മറ്റാർക്കും ഞാൻ നൽകുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെള്ളം കുടിക്കാം, തീർത്ഥാടകർക്കും എല്ലാവർക്കും കുടിക്കാം, പക്ഷേ ഇതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തവും അവകാശവും അത് എൻ്റേത് മാത്രമായിരിക്കും. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ വാക്കുകൾ എല്ലാവരും വളരെ ബഹുമാനത്തോടുകൂടി തന്നെ അനുസരിക്കുന്നുണ്ട്. ശേഷം അവിടെ കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ സ്വർണവും വെള്ളിയൊക്കെ കൊണ്ട് കഅബക്ക് അതിമനോഹരമായ ഒരു വാതിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ചില സ്വത്തുകൾ അബ്ദുൽ മുത്തലിബും എടുക്കുന്നു. എന്നാൽ ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സംസമിൻ്റെ അവകാശവാദവുമായി സംബന്ധിച്ച് മറ്റൊരു മനോഹരമായ സംഭവം കൂടെ നമുക്ക് വായിച്ചെടുക്കാനാവും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കലുഷിതമായിക്കൊണ്ടിരിക്കെ മക്കാർ ചില ആളുകൾ പറയുന്നു അവരുടെ ഗോത്രത്തിന് സംസമിൻ്റെ അവകാശം വേണം, അബ്ദുൽ മുത്തലിബ് താൻ കുഴിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് അവർ സഅദ് ഗോത്രം, ഇതുവരത്തുള്ള സഅദ് ഗോത്രത്തിലെ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഈ വിധി നിർണയത്തിന് വേണ്ടി പോകാൻ തീരുമാനിക്കുന്നത്. അബ്ദുൽ മുത്തലിബും സമ്മതിച്ചു. അങ്ങനെ 20 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം ആ സഅദ് ഗോത്രത്തിലേക്ക്, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു അന്നത്, അവിടെയുള്ള ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവരിങ്ങനെ ഓരോ ഒട്ടകപ്പുറത്ത് 20 ആളുകളും മക്കയിലെ പ്രധാനപ്പെട്ട ചില ആളുകളും അബ്ദുൽ മുത്തലിബും കൂടെ ഇങ്ങനെ ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ സഞ്ചരിച്ച് ഒരുപാട് വഴി പോകാൻ ഇവർക്ക് വഴി തെറ്റാൻ തുടങ്ങി. വഴി തെറ്റി അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയാൻ തുടങ്ങി. എവിടേക്കാണ് അവർ എത്തുന്നതെന്ന് എവിടേക്കാണ് അവർ പോകുന്നതെന്ന് അവർക്കും ഒട്ടും മനസ്സിലായില്ല. വഴി ആകെ മാറിപ്പോയിരുന്നു. അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ വറ്റി അവർ മരുഭൂമിയുടെ പ്രാന്തമായ പ്രദേശത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അവർ മരണത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അറബികൾക്ക് അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അവർ മരിക്കാനെടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വയം ഖബർ തന്നെ കുഴിച്ചു വെക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അങ്ങനെ തങ്ങൾ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്നറിഞ്ഞതോടുകൂടെ ഈ 20 ആളുകളും ആ മരുഭൂമിയിൽ ഖബർ കുഴിക്കുകയാണ്. എല്ലാവരും തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഖബർ കുഴിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിക്കിടക്കും. കാരണം മരുഭൂമിയിലേക്ക് വെച്ച് മരിച്ചു കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളോ ഇഴജന്തുക്കളോ ഒക്കെ തങ്ങളുടെ ശവശരീരം കുത്തിക്കീറി വലിക്കാതിരിക്കാനൊക്കെയാണ് ഇങ്ങനെ ഒരു ശീലം അറബികൾ പുലർത്തിയിരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഖബറുകൾ കുഴിക്കുന്നു, ഓരോരുത്തർ അതിലേക്ക് ഇറങ്ങിക്കിടക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം അബ്ദുൽ മുത്തലിബ് ഖബർ കുഴിച്ചുകൊണ്ടിരിക്കെ അവിടെ പാറക്കല്ലിൽ തട്ടുകയും അവിടെ നിന്ന് വീണ്ടും ജലം ഉറവയെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി അവിടെ ഒരുമിച്ച് കൂടുകയും മരണത്തിൻ്റെ വക്കിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് വീണ്ടും അവർക്ക് തെളിനീര് നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ്. ഇത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിട്ടാണ് കൂടെയുള്ള 20 ആളുകൾക്ക് തോന്നിയത്. കാരണം കഅബയുടെ അടുത്ത് സംസമിൻ്റെ ഉറവ നൽകിയ അതേ ദൈവം തന്നെയാണ് അബ്ദുൽ മുത്തലിബിന് ഇവിടെ നിന്നും ഉറവ നൽകിയത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ അവകാശം ഉത്തരവാദിത്വമൊക്കെ അബ്ദുൽ മുത്തലിബ് തന്നെ ഈ ആളുകൾ വകവെച്ച് നൽകുകയാണ്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മക്കയിലേക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ സംസമിൻ്റെ അവകാശം അബ്ദുൽ മുത്തലിബിലേക്ക് എത്തുകയും കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. സംസം ജലമൊക്കെ ലഭിച്ച് മക്കാവാസികൾ വളരെ സന്തോഷത്തോടെയുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. ആ ഇടക്കാണ് അബ്ദുൽ മുത്തലിബിന് വളരെ മനപ്രയാസം നൽകിക്കൊണ്ടൊരു കാര്യം സംഭവിക്കുന്നത്. കാരണം അദ്ദേഹം ഓർക്കുകയാണ്, അന്ന് കഅബയിൽ സംസം കുഴിച്ചുകൊണ്ടിരിക്കെ തൻ്റെ മകൻ ഹാരിസ് മാത്രമാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് പലരും തന്നെ എതിർക്കാൻ വന്നിരുന്നു. തനിക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നുവെങ്കിൽ മക്കയിലെ മറ്റു പല ആളുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഓർത്തുകൊണ്ട് ഇദ്ദേഹം സങ്കടപ്പെടുകയാണ്. അവരുടെ പോലെ ഒരുപാട് മക്കൾ സന്താന ഭാഗ്യം തനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ ഇങ്ങനെ വരുമ്പോൾ അവരെ തടയാനും അവർക്ക് സംസാരിക്കാതിരിക്കാനുള്ള പ്രചോദനം നൽകാനൊക്കെ തൻ്റെ ഒരുപാട് മക്കൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾക്കതിന് സഹായിക്കുമായിരുന്നു. അത് വലിയ പ്രചോദനം
പ്രചോദനം നൽകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്താന ഭാഗ്യത്തെ ചൊല്ലി അദ്ദേഹം വളരെ വിഷമിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിലും അക്കാലത്ത് ഹാരിസ് എന്ന ഒരേ ഒരു മകനാണ് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നത്. പക്ഷേ സംസം നൽകിയ അതേ ദൈവം വളരെ കരുണാനിധിയാണ്, വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്ക് നൽകുന്നവനാണ് എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം നിരന്തരം കഅബയുടെ അടുത്ത് വന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ മഹത്തരമായ സന്താന ഭാഗ്യത്തിന് വേണ്ടി. ഉടനെ അദ്ദേഹം ഒരു നേർച്ചയും ചെയ്യുന്നുണ്ട്. തനിക്ക് 10 മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേറ്റവും യുവത്വമുള്ള സുന്ദരനായ ഒരാളെ ദൈവപ്രീതിക്ക് വേണ്ടി താൻ ബലി നൽകുമെന്നുള്ളൊരു നേർച്ചയും അബ്ദുൽ മുത്തലിബ് നൽകുന്നു. ഇങ്ങനെ പ്രാർത്ഥനയും നേർച്ചയൊക്കെ ആയി പോകുന്ന ആ അവസരത്തിലാണ് തുടരെയുള്ള വർഷങ്ങളിലായിക്കൊണ്ട് അബ്ദുൽ മുത്തലിബിന് 10 മക്കൾ പിറക്കുന്നത്. നമ്മൾ നേരത്തെ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ പറ്റി സംസാരിച്ചിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായിരുന്ന അബ്ദുള്ള, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായിരുന്ന അബൂ ത്വാലിബ്, അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മക്കളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ഇങ്ങനെ തുടരെ മക്കളുണ്ടായതോടുകൂടെ അബ്ദുൽ മുത്തലിബ് താൻ അന്ന് നൽകിയ കരാറ് പാലിക്കാൻ, വാക്ക് പാലിക്കാൻ ഉടമസ്ഥനാവുകയാണ്. അവർ വളരെ സത്യസന്ധരായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ വഹിക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ അബ്ദുൽ മുത്തലിബ് വളരെ മാന്യനായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് അനുഗ്രഹം ലഭിച്ചതിന് ശേഷം വീണ്ടും ദൈവനിന്ദ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. മക്കളൊക്കെ ഇങ്ങനെ വളർന്ന് വലുതായി വന്നപ്പോൾ ആ യുവത്വ പ്രായത്തിലിരിക്കെ അബ്ദുൽ മുത്തലിബ് തൻ്റെ എല്ലാ മക്കളെയും വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഒരു മകനെ ദൈവപ്രീതിക്ക് വേണ്ടി ബലി നൽകണം. തൻ്റെ മക്കളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അബ്ദുള്ളയുടെ ആയിരുന്നു. വളരെ സുന്ദരനായിരുന്നു, യുവാവായിരുന്നു. ആ അവസരത്തിൽ അബ്ദുൽ മുത്തലിബ് തീരുമാനിക്കുകയാണ് ഈ അബ്ദുള്ളയെ തന്നെ ബലി നൽകാം. അങ്ങനെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അബ്ദുൽ മുത്തലിബ് തൻ്റെ എല്ലാ മക്കളെയും കഅബയുടെ പരിസര പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. മക്കളെല്ലാവരും വളരെ ഉറച്ച സ്വരത്തിൽ തന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്നു. കാരണം പിതാവിൻ്റെ പ്രതിജ്ഞ, നേർച്ച എന്ന് പറഞ്ഞാൽ അത് തങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അവരെല്ലാവരും ഉറച്ചു നിൽക്കുന്നു. അവർ ചോദിക്കുന്നുണ്ട്, പിതാവേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അബ്ദുൽ മുത്തലിബ് എല്ലാവർക്കും ഓരോ അമ്പുകൾ നൽകുന്നു. ഓരോ അമ്പിലും അവരവരുടെ പേരുകൾ എഴുതുന്നു. അങ്ങനെ നറുക്കിടുകയും ചെയ്യുന്നു. അതേസമയം ഒരു ജ്യോത്സ്യനെ വിളിച്ചു കൊണ്ടുവന്ന് കത്തിയും പിടിച്ച് അബ്ദുൽ മുത്തലിബ് അവിടെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നറുക്ക് വീഴുന്നതും അബ്ദുള്ളയുടെ പേരിൽ തന്നെയാണ്. അങ്ങനെ ആ കാര്യം ഉറപ്പിക്കുകയാണ്. മറ്റൊന്ന് ചിന്തിക്കാൻ പോലും വിടവ് നൽകാതെ അബ്ദുൽ മുത്തലിബ് തൻ്റെ സുന്ദരനായ മകനെയും പിടിച്ചുകൊണ്ട് ബലിപീഠത്തിലേക്ക് നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. കാരണം അബ്ദുൽ മുത്തലിബ് തൻ്റെ വീട്ടിൽ നിന്ന് ഈ മക്കളെയും വിളിച്ചു പോരുമ്പോൾ ഈ വാർത്തയോ നേർച്ചയുടെ കാര്യങ്ങളോ തൻ്റെ മക്കളിൽ ഒരാൾ ബലി നൽകുന്ന കാര്യമോ ഒന്നും വീട്ടിൽ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അബ്ദുള്ളയുടെ മാതാവായിരുന്ന ഫാത്തിമയെ. അവർ ഈ വിവരമൊക്കെ അറിയുകയും അവിടേക്ക് ഓടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മക്കയിലെ ആളുകൾ തൻ്റെ അബ്ദുള്ളയെയും മറുകൈയിൽ ഒരു കത്തിയും പിടിച്ചു പോകുന്ന അബ്ദുൽ മുത്തലിബിനോട് ഉറച്ച സ്വരത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ്, താങ്കൾ എന്തിനാണ് ഈ മകനെയും കൊണ്ട് പോകുന്നത്? ആ സമയത്ത് ചില ഗോത്രക്കാളൊക്കെ പറയുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ്, താങ്കൾ ഇത് ചെയ്യരുത്. അബ്ദുള്ള വളരെ സുന്ദരനായ യുവാവാണ്, നിങ്ങൾ ഒരിക്കലും അവനെ ബലി നൽകരുത് എന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. ഉടനെ മക്സൂം ഗോത്രക്കാരൊക്കെ അവിടെ എത്തുന്നുണ്ട്. അഥവാ ഈ അബ്ദുള്ളയുടെ മാതാവിൻ്റെ ഗോത്രക്കാരാണ്, ഫാത്തിമയുടെ ഗോത്രക്കാരാണ് മക്സൂം ഗോത്രക്കാർ. അവർ വന്നുകൊണ്ട് പറയുന്നുണ്ട്, മക്സൂം ഗോത്രത്തിൻ്റെ സർവ്വസമ്പത്തും ഈ അബ്ദുള്ളയെ ബലിപീഠത്തിൽ നിന്ന് തടയുന്നതിന് വേണ്ടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അബ്ദുൽ മുത്തലിബ്, താങ്കൾ ഒരിക്കലും തൻ്റെ മകനെ ഈ ബലിപീഠത്തിലേക്ക് കയറ്റരുത്. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ നിർബന്ധിച്ചതോടുകൂടെ തൻ്റെ മക്കളും അവിടേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 9 മക്കളും വന്നുകൊണ്ട് പറയുന്നു, പിതാവേ, നമുക്കിതിൽ നിന്ന് പിന്മാറാം, മറ്റെന്തെങ്കിലും പ്രതിവിധി ഇതിനെ അന്വേഷിക്കാം. അബ്ദുൽ മുത്തലിബും വളരെ വേദനയോടെയാണ് അതിന് സമ്മതിക്കുന്നത്. അങ്ങനെ അതിനൊരു പ്രതിവിധി തെരഞ്ഞുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് തൻ്റെ ജന്മദേശമായ യസ്രിബിലെ ഒരു ജ്യോത്സ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. കൂടെ തൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു. അവരങ്ങനെ പോയി യസ്രിബിലെ ആ ജ്യോത്സ്യയുടെ വീടിനടുത്തെത്തി. അപ്പോഴാണ് അവരറിയുന്നത് ആ ജ്യോത്സ്യ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഹൈബർ എന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബും തൻ്റെ 2 മക്കളും ഹൈബറിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഹൈബറിലെത്തി അവർ ഈ ജ്യോത്സ്യയെ കാണുകയും നടന്ന ഈ സംഭവങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ജ്യോത്സ്യ ഏറെ നേരം പ്രാർത്ഥിച്ചിരുന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് നാളെ വരൂ, അപ്പോഴേക്കും ഞാനൊരു പ്രതിവിധി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ആ ജ്യോത്സ്യ അബ്ദുൽ മുത്തലിബിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ മകൻ അബ്ദുള്ളയെയും നിങ്ങളുടെ അടുത്തുള്ള ചുവന്ന 10 ഒട്ടകങ്ങളെയും ഒരു ഭാഗത്തും അബ്ദുള്ളയെ ഒരു ഭാഗത്തും നിർത്തുക. ശേഷം അവർക്കിടയിൽ നിങ്ങൾ നറുക്കിടുക. അത് അബ്ദുള്ളക്കെതിരെയാണ് ആ നറുക്ക് വീഴുന്നതെങ്കിൽ വീണ്ടും ഒട്ടകങ്ങളെ അധികരിപ്പിക്കുക. 10 ഒട്ടകങ്ങളെ വീണ്ടും അതിലേക്ക് അധികരിപ്പിച്ച് വീണ്ടും നറുക്കിടുക.
വീണ്ടും അബ്ദുള്ളക്കെതിരാണ് വീഴുന്നതെങ്കിൽ വീണ്ടും ഒട്ടകങ്ങൾ അധികരിപ്പിക്കുക. എപ്പോഴാണോ ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ട് നറുക്ക് വീഴുന്നത് ആ സമയത്ത് ആ ഒട്ടകങ്ങളെ മുഴുവനും ബലിയർപ്പിക്കുക എന്നതായിരുന്നു ആ ജ്യോത്സ്യ നൽകിയ പ്രതിവിധി. അബ്ദുൽ മുത്തലിബും തൻ്റെ 2 മക്കളും മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ കഅബയുടെ അടുത്ത് വെച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് അബ്ദുള്ളയുടെ ഈ നറുക്കെടുപ്പ് കർമ്മം നടക്കുകയാണ്. അബ്ദുള്ള ഒരു ഭാഗത്ത് നിർത്തുന്നു, 10 ഒട്ടകങ്ങളെ നിർത്തുന്നു, അവർക്കിടയിൽ നറുക്കിടുന്നു. ആദ്യ നറുക്ക് അബ്ദുള്ളക്കെതിരെ വീഴുന്നു. വീണ്ടും ഒട്ടകങ്ങൾ അധികരിപ്പിക്കുന്നു. 20, 30, 40, 50, 60 അങ്ങനെ 100 ഒട്ടകങ്ങളെ തികഞ്ഞപ്പോഴാണ് ഈ നറുക്ക് അബ്ദുള്ളക്ക് അനുകൂലമായിട്ട് വീഴുന്നത്. അബ്ദുൽ മുത്തലിബ് തൻ്റെ കർമ്മങ്ങളിൽ വളരെ വിശ്വസ്തതയുള്ള ആളായിരുന്നു. 2-3 തവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം നറുക്കിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ 100 ഒട്ടകങ്ങളെ പൂർത്തീകരിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് തൻ്റെ നറുക്ക് അനുകൂലമായിട്ട് വീഴുന്നത്. അങ്ങനെ മക്കയിൽ അദ്ദേഹം ആ 100 ഒട്ടകങ്ങളെ ബലി അർപ്പിക്കുകയും ആ മാംസം അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരവും പ്രതിവിധിയോടൊക്കെയാണ് ഈ ബലികർമ്മവും അങ്ങനെ മക്കയിൽ അവസാനിക്കുന്നത്. ഇതും അബ്ദുൽ മുത്തലിബ് ഖുറൈശികളുടെ നേതാവായിരിക്കെ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് ഇസ്ലാമിക മതവിധികളിൽ അന്യായമായി ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കുള്ള പ്രായശ്ചിത്തം എന്നത് ഈ 100 ഒട്ടകങ്ങളുടെ കണക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇരട്ട ബലിയുടെ പുത്രനാണ്. അത് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കുഞ്ഞായിരിക്കെ ബലി അർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് മാറ്റിക്കളയുകയും പകരം ഒരു ആടിനെ അറുക്കുന്ന സംഭവമുണ്ട്. ശേഷം തൻ്റെ പിതാവായിരുന്ന അബ്ദുള്ളയെയും ഇതുപോലെ ബലി അർപ്പിക്കുകയും പകരം ഒട്ടങ്ങളെ അറുക്കുന്ന സംഭവമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇരട്ട ബലിയുടെ പുത്രനാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മക്കയെയും മദീനയെയും ഒക്കെ എങ്ങനെയാണ് അള്ളാഹു ഒരുക്കി കൊടുത്തത് എന്നാണ് നമ്മൾ ഇത്രയും നേരമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുറൈശികളെ ഇതിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതും മദീനയിൽ ഒരു അസ്തിത്വം ഉണ്ടാകുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബം മദീനയിലാണ്. അങ്ങനെ മക്കയും മദീനയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് ഒരുക്കി കൊടുക്കുന്ന രംഗങ്ങളാണ് ചരിത്രത്തിലുടനീളം നമ്മൾ പിന്നീട് കാണുന്നത്. ഇങ്ങനെ ബലിയിൽ നിന്ന് രക്ഷപ്പെട്ട തൻ്റെ മകന് വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് ഒരു ഇണയെ കണ്ടെത്തുകയാണ്. അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസമുള്ള കാര്യമേ ആയിരുന്നില്ല. കാരണം അബ്ദുള്ള അതിസുന്ദരനായിരുന്നു. ഇങ്ങനെയുള്ള പരിശുദ്ധമായ ഈ ബലികർമ്മത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അബ്ദുള്ളയെ വിവാഹം കഴിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരുന്നു. പലരും അബ്ദുൽ മുത്തലിബിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അന്വേഷണങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് വഹബിൻ്റെ മകൾ ആമിനയെയാണ്. അങ്ങനെ അവരുടെ വിവാഹം വളരെ മനോഹരമായിട്ട് തന്നെ നടക്കുകയാണ്. AD 569 ആനക്കല വർഷം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒട്ടനേകം സംഭവങ്ങളുമായിട്ട് ആ വർഷം വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വിവാഹശേഷം അബ്ദുള്ള വളരെ 1-2 ആഴ്ചകൾക്ക് ശേഷം തന്നെ സിറിയയിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ്. ഇത് കച്ചവട ആവശ്യാർത്ഥമായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, മക്കയിൽ വർഷത്തിൽ 2 തവണ, ഒന്ന് സിറിയയിലേക്കും മറ്റൊന്ന് യമനിലേക്കുമുള്ള കച്ചവട യാത്രകൾ വളരെ പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മുടക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെയാണ് വിവാഹത്തിന് 1 ആഴ്ച 2 ആഴ്ചകൾക്ക് ശേഷം അബ്ദുള്ള തൻ്റെ പ്രിയതമയെ ഇവിടെ മക്കയിൽ തനിച്ചാക്കിക്കൊണ്ട് സിറിയയിലേക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ സിറിയയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ നാടായ തൻ്റെ പിതാവിൻ്റെ നാടായ യസീരിബിൽ അവരുടെ കുടുംബക്കാരുടെ കൂടെ അബ്ദുള്ള അല്പസമയം ചെലവഴിക്കുകയാണ്. യസീരിബിൻ്റെ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ മക്കയ്ക്ക് വളരെ വിപരീതമായിക്കൊണ്ട് പ്രകൃതി വളരെ മോശമായിരുന്നു. അവിടെ എത്തുന്ന പുതിയ ആളുകൾക്ക് പനി പിടിക്കുകയും അസുഖങ്ങൾ പിടിക്കുകയും വളരെ സ്വാഭാവികമായ കാര്യമായിരുന്നു. ഹിജ്റയുടെ വേളയിൽ ചരിത്രത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. മക്ക എന്നത് വളരെ മലകൾക്കിടയിലുള്ള വളരെ ശുദ്ധമായ പരിശുദ്ധമായ നാടാണ്. അവിടെ നിന്ന് ഇവർ മദീനയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഒന്നും ശുദ്ധമല്ലായിരുന്നു, പ്രകൃതി അത്ര മനോഹരമല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇടത്തേക്കാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എത്തിപ്പെടുന്നത്. അവർ വളരെ മനോഹരമായി തന്നെ ആ നാടിനെ പിന്നീട് പരിവർത്തിപ്പിച്ചെടുക്കുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. ആ നാടിനെയും അവിടുത്തെ അവസ്ഥകളെയും അവിടുത്തെ പ്രകൃതിയൊക്കെ ഇവർ കൃഷി കൊണ്ടും മറ്റു പല അവസരങ്ങൾ എടുത്തിട്ട് അത് മനോഹരമാക്കി തീർക്കുന്നുണ്ട്. അങ്ങനെ ആദ്യകാലത്ത് അങ്ങനെ അബ്ദുള്ള അവിടെ എത്തുകയും അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും ചെയ്യുന്നു. യാത്രാസംഘം തിരിച്ചു പോരുമ്പോൾ പോലും അദ്ദേഹത്തിന് ആരോഗ്യപരമായി വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അബ്ദുള്ള തൻ്റെ യാത്രയിൽ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ സിറിയയിലേക്ക് പോയ ആ കച്ചവട സംഘം മക്കയിലെത്തിയിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ആ വേദനിപ്പിക്കുന്ന വാർത്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ്, താങ്കളുടെ മകൻ അബ്ദുള്ള യസീരിബിൽ വളരെ രോഗം പിടിച്ച് കിടക്കുകയാണ്. ഉടനെ വളരെ
വേദനയോടെയാണ് ആ വാർത്ത അബ്ദുൽ മുത്തലിബും തൻ്റെ പ്രിയതമ ആമിനയും കേൾക്കുന്നത്. കാരണം തൻ്റെ കൂടെ വളരെ 2 ആഴ്ചയൊക്കെ മാത്രമേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഉടനെ തൻ്റെ മകനായ ഹാരിസയെ വിളിച്ചിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഹാരിസ് ഉടനെ മദീനയിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ തൻ്റെ ബന്ധുക്കൾ വളരെ വേദനയോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുന്നത്. അവരോട് വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഹാരിസ വളരെ വേദനയോടെയാണ് മക്കയിലേക്ക് തിരിച്ചെത്തുന്നത്. മക്ക ആ വാർത്ത കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം മക്കയുടെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു അബ്ദുള്ള. ഒരു ബലികർമ്മത്തിലൂടെ തന്നെ ദൈവം രക്ഷിച്ചെടുത്ത അത്ഭുതകരമായ പുത്രൻ തൻ്റെ 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുകയും ശേഷം 2 ആഴ്ചകൾക്ക് ശേഷം യസ്രിബിൽ രോഗം പിടിപെട്ട് അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. മക്കക്കാർക്ക് അതിലേറെ വിഷമമുണ്ടായിരുന്നത് ഈ വഹബിൻ്റെ മകൾ ആമിനയുടെ കാര്യം ഓർത്തിട്ടായിരുന്നു. കാരണം വിവാഹ ജീവിതം ഒട്ടും ആസ്വദിക്കാൻ നിൽക്കാതെ 2 ആഴ്ചകൾ, ചില ഗ്രന്ഥങ്ങൾ 1 ആഴ്ച എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമാണ് അവർ കൂടെ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കക്കാർ ആമിനയുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ്. ആമിന വളരെ വേദനയോടുകൂടെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. എങ്കിലും അവർക്ക് വളരെ സന്തോഷം നൽകിയിരുന്നൊരു കാര്യം അവരുടെ വയറ്റിൽ വളരുന്ന തൻ്റെ അബ്ദുള്ളയുടെ പുത്രനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അത് ആനക്കലഹ വർഷം, ഗജവർഷം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു വിഖ്യാതമായ സംഭവമുണ്ട്. നമുക്ക് എവർക്കും സുപരിചിതമായ ഒന്നാണത്. അക്കാലത്ത് കഅബ എന്നുള്ളത് വളരെ വിശ്രുതമായി അറബികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായിരുന്ന തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അറേബ്യയിലെ മുഴുവൻ ആളുകളും മക്കയിലേക്ക് വരികയും വർഷാവർഷം അവിടെ തീർത്ഥാടനങ്ങൾ നടക്കുകയും ദിവസവും എന്ന പോലെ ചെറിയ ചെറിയ തീർത്ഥാടനങ്ങളൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ദേശക്കാർക്ക് ഇത് വളരെ അസൂയായിട്ട് തോന്നുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അബ്സീനിയക്കാരായിരുന്നു. അഥവാ അക്കാലത്ത് യമൻ അബ്സീനിയയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അബ്സീനിയയുടെ രാജാവായിരുന്നത് അബ്രഹ എന്ന അബ്സീനിയക്കാരനായിരുന്നു അന്ന് യമനിലെ വൈസ്രോയി. അന്ന് അവർ ഈ അബ്സീനിയയിലുള്ള ഈ രാജാവിന് വേണ്ടിയിട്ട് സൻആ എന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിയുന്നുണ്ട്. കുലൈസ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഈ ഒരു വളരെ മനോഹരമായ ഒരു ദേവാലയം പണിയുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം, ഇവിടേക്ക് അറബികൾ മുഴുവനും തിരിച്ചുവിടണം, കഅബയെ വെല്ലുന്ന ഒരു ആരാധനാലയം ഇവിടെ പണിയണം എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അങ്ങനെ ഇദ്ദേഹം അറബികൾക്ക് ഇടയിൽ അതിൻ്റെ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹം തൻ്റെ രാജാവിന് കത്ത് എഴുതുന്നുണ്ട്, പ്രഭു അങ്ങയ്ക്ക് വേണ്ടി ഈ ലോകത്ത് ഇതുവരെ ആരും സൃഷ്ടിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ദേവാലയം ഞാൻ പണിതിട്ടുണ്ട്. അറബികളെ മുഴുവനും ഇവിടേക്ക് തിരിച്ചു വിടുന്നത് വരെ എനിക്കിനി ഒരു വിശ്രമമില്ല എന്നാണ് അബ്രഹത്ത് തൻ്റെ രാജാവിന് എഴുതുന്ന കത്ത്. ഇങ്ങനെ ഈ പ്രവണത ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറബികളിൽ മക്കക്കാരിലായ ഒരാൾ ഇതിന് ദേഷ്യം വന്നിട്ട് ഉടനെ അങ്ങോട്ട് പോവുകയും അവിടുത്തെ ദേവാലയത്തിൽ ഒരു രാത്രി കയറി ചെന്ന് മലമൂത്ര വിസർജനം ചെയ്ത് അത് മലിനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് സത്യത്തിൽ വളരെ പ്രൗഢഗംഭീരമായി നിർമ്മിച്ച ഒരു ദേവാലയമായിരുന്നു ഈ കുല്ലൈസ് എന്നത് സൻആയിലുള്ള. കാരണം ഷേബ രാജാവിൻ്റെ കൊട്ടാരങ്ങളിൽ നിന്നെടുത്ത ഒരുപാട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ സ്തൂപങ്ങളും ഒരുപാട് കുരിശുകളൊക്കെ കൊണ്ട് വളരെ പ്രൗഢഗംഭീരമായി നിർമ്മിച്ചൊരു ദേവാലയമായിരുന്നു. അവിടെയാണ് ഈ അറബികളിൽപ്പെട്ട ഒരാൾ പോയിട്ട് ഇങ്ങനെ മലമൂത്ര വിസർജനമൊക്കെ നടത്തി രാത്രി അത് വളരെ ദുഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് വളരെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊടുത്തത്. പിറ്റേന്ന് രാവിലെ പ്രഭാതം ഉണർന്നപ്പോൾ അബ്രഹ കേൾക്കുന്നത് ഈ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഉടനെ അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. കഅബയെ തകർത്ത് കളയുന്നത് വരെ ഇനി എനിക്കൊരു വിശ്രമമില്ല എന്നാണ് അബ്രഹ അവിടെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് 60,000 വരുന്ന ആ വളരെ വലിയ സൈന്യവുമായിട്ട് അബ്രഹത്ത് മക്കയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. അതിൻ്റെ മുന്നിൽ വളരെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ആനയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ആനപ്പട എന്നും ഗജവർഷം എന്നും ആനക്കലഹം എന്നൊക്കെ അറിയപ്പെടുന്നത്. അന്ന് അക്കാലത്ത് എത്യോപ്യയിൽ അഥവാ ആഫ്രിക്കൻ രാജ്യമായിരുന്നു. അവിടെ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ആ ആനകൾ അവർ അറേബ്യയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവരുടെ ആ സൈന്യം കഅബയ്ക്ക് നേരെ അത് പൊളിക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് തുറന്നു വരികയാണ്. വഴിയിലുള്ള പല അറബികളും ഇവരെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ സൈന്യം അവരെല്ലാവരെയും പരാജയപ്പെടുത്തുകയാണ്. സൈന്യത്തിലുണ്ടായിരുന്ന ആനയുടെ പേര് മഹ്മൂദ് എന്നും അതിൻ്റെ ട്രെയിനറായിരുന്ന ആൾ ഉനൈസും എന്നാണ് ചരിത്രത്തിൽ നമുക്ക് അവരുടെ നാമങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാന സംഭവം നടക്കുന്നത് ത്വായിഫിലാണ്. ത്വായിഫിലെ സക്കീഫ് ഗോത്രക്കാർ അവരുടെ ഒരു ആരാധനാലയം അവിടെ ഉണ്ടായിരുന്നു. അത് അബ്രഹത്ത് തകർക്കരുത് എന്ന് കരുതിയിട്ട്
പറഞ്ഞിട്ട് അബ്രഹത്തിനെ അവർ സ്വീകരിക്കുകയാണ്. മാത്രമല്ല അബ്രഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അബൂരി ആൽ എന്നൊരു വഴികാട്ടിയെ അവർ അബ്രഹത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. മക്കയിലേക്ക് ഇനിയും ദൂരെ സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് വഴികൾ അറിയുന്ന അബൂരി ആൽ എന്നൊരാളെ അവർ കൂടെ പറഞ്ഞേക്കുന്നുണ്ട്. പിന്നീട് ചതിയന്മാരെ വിശേഷിപ്പിക്കുന്നത് ഈ അബൂരി ആൽ എന്ന പേരിലായിരുന്നു. മക്കയുടെ സമീപം എത്തിയ ഒരു പ്രദേശം എത്തിയപ്പോൾ ഈ അബൂരി ആല രോഗം വന്നിട്ട് മരിച്ചു പോകുന്നു. അദ്ദേഹത്തെ അവിടെ തന്നെ കുഴിച്ചിടുന്നുണ്ട്. അക്കാലത്ത് അറബികൾ മുഴുവൻ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സ്ഥലത്തേക്ക് കല്ലെറിയാറുണ്ടായിരുന്നു. ഇന്നും അതിലൂടെ പോകുന്ന ആളുകൾ ചിലർ അതിനെ കല്ലെറിയാറുണ്ടായിരുന്നു. കാരണം തങ്ങളെ ഒറ്റ കൊടുത്ത ഒരാളെന്ന പേരിലാണ് അബൂരിയാല അറിയപ്പെടുന്നത്. തങ്ങളുടെ കൂട്ടത്തിലെ ചതിയന്മാരെ അബൂരിയാല എന്ന പേരിൽ അവർ വിശേഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അബ്രഹത്ത് മുഖാമിസ് എന്ന സ്ഥലത്ത് താവളം അടിക്കുകയാണ്. ശേഷം ഒരു കുതിരപ്പടയെ മക്കയ്ക്ക് നേരെ പറഞ്ഞയക്കുന്നു. അവർ പോകുന്ന വഴിയിലുള്ള മുഴുവൻ ഒട്ടകങ്ങളെയും സാധനങ്ങളെയും ഒക്കെ കൊള്ളയടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അവർ മക്കയിലേക്ക് എത്തി. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവരോട് യുദ്ധം ചെയ്യാനല്ല. അബ്രഹത്ത് ഒരു ദൂതനെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാനോ നിങ്ങളെ ആക്രമിക്കാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം നിങ്ങളുടെ കഅബ പൊളിക്കുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേതാവ് അബ്രഹത്തിനെ വന്ന് കാണട്ടെ എന്നതാണ് ആ ദൂതൻ വഴി മക്കയിലേക്ക് അറിയിച്ചത്. മക്കയുടെ നേതാവായിരുന്നത് അന്ന് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് തൻ്റെ ഒരു മകനെയും കൂട്ടിയിട്ട് അബ്രഹത്തിൻ്റെ താവളത്തിലേക്ക് ചെല്ലുകയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ വളരെ സവിശേഷമായ സ്വഭാവ പ്രകൃതമാണ് നമുക്ക് അവിടെ വ്യക്തമാകുന്നത്. അബ്രഹത്തിരിക്കുന്ന താവളത്തിലേക്ക് അബ്ദുൽ മുത്തലിബ് കടന്നു വരും അബ്രഹത്ത് അറിയാതെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആളുകളൊക്കെ ഇത് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ശേഷം അബ്ദുൽ മുത്തലിബുമായിട്ട് അബ്രഹത്ത് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആളുകളെ മക്കയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കണം. ഞങ്ങൾ വന്നിരിക്കുന്നത് കഅബയെ പൊളിക്കാൻ മാത്രമാണ്. യുദ്ധമോ രക്തം ചിന്തലോ ഒന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നത്, നിങ്ങളുടെ കുതിരപ്പടയാളികൾ എൻ്റെ 200 ഒട്ടകത്തെ കൊള്ളയടിച്ചിട്ടുണ്ട്, അതിനെ തിരിച്ചു തരണം. അബ്രഹത്ത് വളരെ ആശ്ചര്യപ്പെട്ടു. അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അബ്രഹത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പൊളിച്ചു കളയാൻ വന്ന നിങ്ങളുടെ മതത്തെക്കാളോ നിങ്ങളുടെ ദൈവിക ഗേഹത്തെക്കാളോ ഒക്കെ വലുതാണോ നിങ്ങളുടെ 200 ഒട്ടകങ്ങൾ? എനിക്ക് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളോട് വളരെ ബഹുമാനം തോന്നിയിരുന്നു. ആ ബഹുമാനമൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടല്ലോ എന്ന് വളരെ ആക്ഷേപ സ്വരത്തിലാണ് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് സംസാരിക്കുന്നത്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് കൊടുക്കുന്ന മറുപടി ചരിത്രത്തിൽ വളരെ ലിഖിതമാണ്. അബ്ദുൽ മുത്തലിബ് പറയുന്നു, ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ അത് ഞാനാണ് അതിൻ്റെ കാര്യം നോക്കുന്നത്. അതുപോലെ കഅബക്കും ഒരു ഉടമസ്ഥനുണ്ട്, അതിൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. അതാണ് അബ്ദുൽ മുത്തലിബ് പറയുന്നത്. ഇത് കേട്ടതോടെ അബ്രഹത്ത് എങ്കിൽ നമുക്ക് കാണാം എന്നൊരു തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വരം. വീണ്ടും അബ്ദുൽ മുത്തലിബ് പറയുന്നു, എൻ്റെ 200 ഒട്ടകങ്ങളെ നിങ്ങൾ തിരിച്ചു തരണം. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് വേണ്ട ഒട്ടകങ്ങളെ തിരിച്ചു കൊടുക്കുന്നു. അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് എത്തുകയും മക്കയിലെ മുഴുവൻ നിവാസികളോടും മലമുകളിലേക്ക് താമസം മാറ്റാനും പറയുന്നു. കാരണം ഇങ്ങനെ പൊളിക്കാൻ വരുന്നുണ്ട് വാർത്തയൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ മക്ക നിവാസികൾ മുഴുവനും ആ കുന്നും പ്രദേശത്തേക്ക് മാറിപ്പോവുകയാണ്. ശേഷം അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അതിൻ്റെ വാതിലിൽ പിടിച്ചുകൊണ്ട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നിൻ്റെ അടിമ അവൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ നീ നിൻ്റെ ഭവനത്തെ സംരക്ഷിക്കണം. ശേഷം അദ്ദേഹം ഒരുപാട് നേരം പ്രാർത്ഥിച്ച് അദ്ദേഹവും മലമുകളിലേക്ക് പുറപ്പെടുകയാണ്. പിന്നീടാണ് ചരിത്രത്തിൽ വളരെ വിസ്തൃതമായ ആ സംഭവങ്ങൾക്ക് മക്ക വേദിയാവുന്നത്. പിറ്റേന്ന് പ്രഭാതത്തിലാണ് അബ്രഹത്ത് മക്കൾക്ക് നേരെയുള്ള ആ മാർച്ച് ആരംഭിക്കുന്നത്. ആനയെ മുന്നിൽ നിർത്തിയിട്ടുള്ള 60,000-ഓളം വരുന്ന സൈന്യം മക്കൾക്ക് നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മക്കയുടെ അടുത്തെത്തിയപ്പോൾ ആന അനങ്ങുന്നില്ല. ആന മണ്ണിൽ മുട്ടുകുത്തിപ്പോയിരിക്കുന്നു. അതിൻ്റെ യജമാനനായിരുന്ന ഉനൈസ് പലതും പരിശ്രമിച്ചു നോക്കിയെങ്കിലും 18 അടവും പയറ്റി നോക്കിയെങ്കിലും ആന ഒരിക്കലും എഴുന്നേൽക്കുന്നില്ല. ആനയെ കുത്തുന്നുണ്ട്, അടിക്കുന്നുണ്ട്, മുറിവേൽപ്പിക്കുന്നുണ്ട്. പലരും ആനയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആന എഴുന്നേൽക്കുന്നില്ല. ആനയെ എഴുന്നേൽപ്പിച്ച് അവർ തിരിച്ചു പോകാനുള്ള ദിശയിലേക്കാക്കുമ്പോൾ ആന എഴുന്നേറ്റ് സംഘം അവിടേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആനയെ വീണ്ടും അവർ തിരിച്ച് മക്കയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആന അവിടെ എത്തുമ്പോൾ അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഇത് മുന്നോട്ട് പോകരുത് എന്ന ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു. പക്ഷേ അവരതിനൊന്നും ചെവി കൊണ്ടില്ല. സമയം ഏറെ വൈകിയിരുന്നു. ആകാശം കറുത്തിരുണ്ടു. ആകാശത്തിൻ്റെ ചക്രവാളത്തിൽ നിന്ന് ഒരുപാട് പക്ഷികൾ, അസംഖ്യം പക്ഷികൾ അവിടേക്ക് പറന്നെത്തുകയാണ്. അബാബീൽ, അള്ളാഹുവിൻ്റെ ഇടപെടൽ അവിടെ നടക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചതുപോലെ പറഞ്ഞതുപോലെ കഅബയുടെ സംരക്ഷണം അത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ സംരക്ഷകനും അതിൻ്റെ ഉത്തരവാദിത്വവും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചതുകൊണ്ട്, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചതുകൊണ്ട് അള്ളാഹു തന്നെ നേരിട്ട് ഇടപെടുകയാണ്. ആ പക്ഷികളുടെ അടുത്തേക്ക് അവരുടെ കൊക്കിലും 2 കാലിലും 3 ചെറിയ ചരൽ കല്ലുകൾ പോലെയുള്ള 3 കല്ലുകൾ
കല്ലുകളുമായിട്ടാണ് ആ അബാബീൽ പക്ഷികൾ അവിടേക്ക് പറന്നെത്തുന്നത്. ശേഷം ഈ സൈന്യത്തിന് നേരെ ആ കല്ലുകൾ നിലത്തേക്ക് പതിപ്പിക്കുകയാണ്. അവരുടെ ശരീരത്തിലേക്ക് അത് തുളച്ച് കയറുന്ന അവസ്ഥയിൽ ശരീരം മുഴുവനും ഒരുകിപ്പോവുകയാണ്. ഇങ്ങനെ എല്ലാ സൈന്യവും പിന്തിരിഞ്ഞോടി. ഒരുപാട് ആളുകൾ സംഭവവേദിയിൽ തന്നെ വെച്ചുകൊണ്ട് മരണപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ പാതി മുറിവേറ്റുകൊണ്ട് വർഷങ്ങളോളം ദുരിതം അനുഭവിച്ച് കഴിയുന്നുണ്ട്. അബ്രഹത്ത് അടക്കമുള്ള ആളുകൾ തിരിച്ച് യമനിൽ എത്തിയ ശേഷമാണ് മുറിവേറ്റ് മരണപ്പെടുന്നത്. ആ ആന അവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഖുറൈശികളുടെ അഭിമാനവും അവരുടെ വിലയൊക്കെ വീണ്ടും ഉയരുകയാണ്. കാരണം ദൈവത്തിൻ്റെ ജനത എന്നാണ് അവർ പിന്നീട് വിളിക്കപ്പെട്ടത്. അറബികൾക്ക് മുഴുവനും അവരോടൊരു ബഹുമാനം ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ഗേഹം സംരക്ഷിക്കുന്ന നേരത്തിലേക്ക് അബ്ദുൽ മുത്തലിബും ഖുറൈശികളൊക്കെ വളരെ ബഹുമാനിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മക്ക ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഭവമായിരുന്നു ഈ ആനക്കലഹം, ഗജവർഷം എന്നൊക്കെ. അവർക്ക് അന്നേ വരെ ഒരു കലണ്ടർ ഇല്ലായിരുന്നു. പിന്നീട് ഒരു പ്രധാന സംഭവം വെച്ചുകൊണ്ട് ഈ കലണ്ടർ രൂപീകരിക്കണം എന്ന രീതിയിലേക്ക് എത്തുമ്പോൾ അവർ സൂചിപ്പിക്കുന്നത് ഈ ആനക്കലഹത്തിൻ്റെ സംഭവമായിരുന്നു. കാരണം അവരെ മൊത്തമായിട്ട് അള്ളാഹു ദൈവം സംരക്ഷിച്ചെടുക്കുന്നത് ഈ ഒരു ആനക്കലഹത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ആ പേരിൽ തന്നെയാണ് അവരൊരു കലണ്ടറും ആരംഭിക്കുന്നത്. ഈ ആനക്കലഹ സംഭവം നടന്നത് 50-55 ദിവസങ്ങൾക്ക് ശേഷമാണ് ആമിന ബീവി തൻ്റെ പ്രിയ പുത്രനെ പ്രസവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ പൂർത്തീകരണമാണ് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. കാരണം ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവെ ഈ ജനതയെ നീ നിർഭയരാക്കണേ, എല്ലാവരിൽ നിന്നും സംരക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന അവിടെ ഇബ്രാഹിം നബി നടത്തുന്നുണ്ട്. മറ്റൊരു പ്രാർത്ഥന ഇവർക്ക് വളരെ രീതിയിൽ ഇവരെ ഭക്ഷിപ്പിക്കണം എന്നതായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല വർഷങ്ങൾ ഈ യാത്രാ സംഘങ്ങൾ വഴി മക്കയിലേക്ക് എത്തിയിരുന്നു. അതുവഴി വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭ്യമായിരുന്നു. മറ്റൊരു പ്രാർത്ഥന ഇവർക്ക് നിർഭയം നൽകണമെന്നതായിരുന്നു. അള്ളാഹു ഇതിൽ നിന്നൊക്കെ ഇതുപോലുള്ള പല വിപത്തുകളിൽ നിന്നും മക്കക്കാരെ സംരക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രാർത്ഥന ഇവരിൽ നിന്ന് തന്നെയുള്ള ഇവർക്ക് നന്മ കൽപ്പിക്കാനും തിന്മ കൊണ്ട് വിരോധിക്കാനും ഒക്കെ ഇവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിക്കണം എന്നതായിരുന്നു ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയും അങ്ങനെ പൂർത്തീകരിക്കുകയാണ്. സത്യത്തിൽ പ്രവാചകനെയാണ് ഈ അബാബീൽ സംഘത്തെ വിട്ടുകൊണ്ട് അള്ളാഹു സംരക്ഷിക്കുന്നത്. കേവലം ഒരു കഅബയെയോ അല്ലെങ്കിൽ മക്ക ജനതയെയോ മാത്രമല്ല. കാരണം മക്ക ജനത എന്ന് പറഞ്ഞത് വളരെ ദുഷിച്ച മാർഗത്തിലൂടെ ജീവിക്കുന്ന ആളുകളായിരുന്നു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സ്വച്ഛമായ പാതയിലൂടെ മുന്നോട്ട് പോയിരുന്ന ആളുകൾ. അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള കുറച്ച് ആളുകൾ മാത്രം. അങ്ങനെ അവർക്കിടയിലേക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷിയെ പറഞ്ഞയച്ചത്. ആമിന ബീവിയുടെ വയറ്റിൽ വളരുന്ന ഒരു അത്ഭുത കുഞ്ഞിൻ്റെ പ്രസവത്തിന് വേണ്ടിയായിരുന്നത്. ആമിന ബീവി പ്രസവത്തിലിരിക്കെ തന്നെ ഒരു പ്രകാശനോട് സംസാരിക്കുന്നുണ്ട്, താങ്കൾ ഉദരത്തിൽ പിറക്കുന്നത് ഒരു സാധാരണ ബാലനെയല്ല. ചരിത്രം പിന്നീട് കാണുന്നത് ആ കുഞ്ഞിൻ്റെ പ്രസവത്തോടുകൂടെ നടക്കുന്ന അത്ഭുതകരമായ, ചിന്തിപ്പിക്കുന്ന ഒരുപാട് മനോഹരമായ സംഭവങ്ങൾക്കാണ്. അടുത്ത വീഡിയോയിൽ പ്രവാചകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള കഥകളുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.